ഭാര്യ, അമ്മ, സഹോദരി, അടുക്കളയുടെ ചക്രവാളത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഈ ശക്തികളെ ഓർക്കാൻ നമുക്കെവിടെയാ സമയം അല്ലേ? നിങ്ങളൊക്കെ എത്ര തവണ ഞാൻ സോപ്പ് തേച്ച് കുളിപ്പിക്കുന്നു എന്ന് അടുക്കളയിലെ പാത്രങ്ങളോട് പരാതി പറയുന്ന ഒരു അമ്മയുടെ വാക്കുകൾ എത്രയോ വീടുകളിലെ നിത്യ കാഴ്ചയാണ്. പാത്രങ്ങൾക്കല്ല, മറിച്ച് തൻ്റെ കഷ്ടപ്പാടുകൾ കാണാതെ പോകുന്ന കുടുംബത്തോടുള്ള അവരുടെ നിസ്സഹായതയാണ് ആ വാക്കുകളിൽ നിറയുന്നത്. ചൂടും പുകയും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഒരു ദിവസത്തെ ഭക്ഷണത്തിനായുള്ള നെട്ടോട്ടം ഒരു യുദ്ധം പോലെയാണ്. ഓരോ വിഭവവും സ്നേഹത്തോടെ പാകം ചെയ്യുമ്പോൾ അവർ സ്വന്തം ഇഷ്ടങ്ങളെയും ക്ഷീണങ്ങളെയും മാറ്റി നിർത്തുകയാണ്. നമ്മളോ തീന്മേശയിൽ ഭക്ഷണം കൃത്യസമയത്ത് കിട്ടിയില്ലെങ്കിൽ എന്താ ഇത്ര താമസം എന്ന് യുദ്ധം പ്രഖ്യാപിക്കാൻ നമുക്കറിയാം. ആ രുചിക്കൂട്ടുകൾക്കിടയിൽ അവർ ചെലവഴിച്ച മണിക്കൂറുകളെക്കുറിച്ച്, പച്ചക്കറി അരിയുന്നതിനിടയിൽ മുറിഞ്ഞുപോയ വിരലുകളെക്കുറിച്ച്, അല്ലെങ്കിൽ അടുക്കളയിലെ ജോലി കാരണം തീരാത്ത നടുവേദനയെക്കുറിച്ച് അറിയാൻ നമുക്കാർക്ക് നേരം? നമ്മുടെ വിശപ്പ് മാത്രമാണ് നമ്മുടെ ചിന്താവിഷയം. അടുക്കള ഒരു യുദ്ധക്കളമാകുമ്പോൾ അവിടുത്തെ ജോലിക്ക് ഒരു ദിവസത്തെ അവധി പോലുമില്ല. ഞായറാഴ്ചകളിലും ആഘോഷങ്ങളിലും എല്ലാവരും എല്ലാം മറന്ന് സന്തോഷിക്കുമ്പോൾ അവർ അപ്പോഴും സ്റ്റൗവിന് മുമ്പിൽ വിയർക്കുന്നുണ്ടാവും. അവരുടെ ജോലിക്ക് ശമ്പളമില്ല, പ്രോത്സാഹനങ്ങളില്ല. എന്തിന്? ഒരു നന്ദി പോലും പലപ്പോഴും കിട്ടാറില്ല. കാരണം അതൊക്കെ അവരുടെ കടമയല്ലേ എന്ന ചിന്തയാ പലർക്കും. പ്രിയപ്പെട്ടവരെ, അവർ എന്നും ചെയ്യുന്ന ജോലി ഒരു ദിവസം നിങ്ങളൊന്ന് ഏറ്റെടുത്ത് ചെയ്തു നോക്ക്. പാത്രം കഴുകി, തറ തുടച്ച്, ഭക്ഷണം പാകം ചെയ്ത്, വീട് അടുക്കിപ്പെറുക്കി ഒടുവിൽ ക്ഷീണിച്ച് വീഴുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം നിറക്കുന്ന ഈ അടുക്കളയിലെ നായികമാരെ നാം അറിയാതെ പോകരുത്. ഒരു നല്ല വാക്ക്, ഒരു ചെറിയ ആശ്വാസം, അത് മതി അവർക്ക് മുമ്പോട്ട് പോവാൻ. അമ്മമാരെയും ഭാര്യമാരെയും സഹോദരിമാരെയും വെറും വീട്ടുജോലിക്കാരെന്ന നിലയിൽ കാണാതെ നമ്മുടെ കുടുംബത്തിൻ്റെ ഹൃദയവും ശക്തിയുമായി കാണുക. നന്ദിയോടെയും സ്നേഹത്തോടെയും അവരെ ഓർക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ രുചിയും മണവുമാണ് അവർ. അവരാണ് നമ്മുടെ വീടിൻ്റെ യഥാർത്ഥ നായികമാർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.